بصراحة هي المرة بحل. അപ്പൊ ഗൈസ് നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടുള്ള ഈ ഒരു റീൽ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ട്രെൻഡിങ് ആണ്. കാരണം ഇപ്പൊ നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഇഫ്താർ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ട്രെൻഡിങ് ആയിട്ടില്ല, ഇപ്രാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക് വെച്ചിട്ടുള്ള ഒരു റീലാണ് നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂ ആയിട്ട് ഞാൻ കാണിച്ചു തന്നത്. അപ്പൊ ബാക്കിയുള്ള കുറെ വീഡിയോസ് ഒക്കെ ഈ ഇഫ്താറിന്റെ വരുന്നത് പറയുന്ന കഴിഞ്ഞ കൊല്ലൊക്കെ കളിപ്പിച്ചിട്ടുള്ള മ്യൂസിക് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തന്നുള്ള ഒരു മ്യൂസിക് പറയുന്നത് ഇപ്പൊ ഈ ഒരു 2025 ഈ ഒരു നോമ്പിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു മ്യൂസിക് വെച്ചിട്ടുള്ള ഒരു ഇഫ്താറിന്റെ ഒരു റീലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വലിയ റിസ്കോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു റീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഇഫ്താർ ഇതേപോലെ ഒരു റീൽ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതേപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബിസറാഹ എന്നുള്ള ഒരു മ്യൂസിക് വെച്ചിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇഫ്താർ റീലിന്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നിങ്ങൾ പ്രിവ്യൂല് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത് നമ്മുടെ ക്യാപ്കട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നമുക്കിത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. വലിയ എഫക്റ്റ് ഫിൽറ്ററോ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ആയിട്ടുള്ള എഡിറ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു റീൽ ആയതുകൊണ്ട് നമുക്കിത് ഏതൊരു എഡിറ്റിംഗ് ആപ്പിലും നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇഫ്താറിന്റെ റീൽസിന് ആഡ് ചെയ്യേണ്ട ക്ലിപ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്യാപ്കട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു സെയിം റിയലി യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലിപ്സ് തന്നെയാണ് ഇത്. അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോ ക്ലിപ്സ് ആണിത്. അപ്പോൾ ഈ ഒരു ഇഫ്താറിന്റെ റീൽ നമ്മളിവിടെ മേക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അതിലേക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഷൂട്ട് ചെയ്ത വീഡിയോസ് നമ്മൾ ക്യാപ്കട്ടിലേക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഓർഡർ ഉണ്ട് ആ വീഡിയോ ക്ലിപ്സിൽ. ഇപ്പോൾ സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു ഇഫ്താറിൻ്റെതാകുമ്പോൾ നിങ്ങൾ ഫുഡ് മേടിക്കാൻ പോകുന്നത്, പിന്നെ ഫുഡ് നമ്മളെ ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത്, പിന്നെ പാത്രം, പിന്നെ ഫുഡ് കട്ട് ചെയ്യണത്, അങ്ങനത്തെ കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു ഇഫ്താറിന്റെ റീലാവുമ്പോൾ. അങ്ങനത്തെ സെക്ഷനുകളൊക്കെ നിങ്ങൾ നല്ല നല്ല ഷോർട്സ് നിങ്ങൾ സ്റ്റാർട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റീലിൽ ഇപ്പോൾ ആ ഒരു ഫുഡ് കട്ടിങ് അങ്ങനത്തെ ഐറ്റംസുകളൊന്നും ഇല്ലെങ്കിൽ ഇതിൽ മെയിനായിട്ട് ഫസ്റ്റ് കൊടുത്തിരുന്നത് തന്നെ ഡെക്കറേഷൻ്റെ കുറച്ച് 2-3-4 ക്ലിപ്പ് ഡെക്കറേഷൻ്റെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും റീൽസിൽ എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു വീഡിയോസ് പറയുമ്പോൾ പല ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എഡിറ്റ് ചെയ്യുക, അല്ല എഡിറ്റ് ചെയ്യില്ല, നിങ്ങൾ വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഒരു ഡെക്കറേഷനാണ് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. പിന്നെ ഫുഡ് കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അടുത്ത ക്ലിപ്പായിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫുഡ് ഇങ്ങനെ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് അടുത്ത ഭാഗം വരുന്നത്. പിന്നെ അതിലൊക്കെ ഇങ്ങനെ ഓരോ അറേഞ്ച് ചെയ്യാനുണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഒരിക്കലും ഇങ്ങനെ കൂട്ടം കൂടിയിട്ടിരിക്കുക, ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് അടുത്തത് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഓരോ ഇതേമാതിരി സംസാരിക്കേണ്ട ക്ലിപ്സുകൾ അങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഇപ്പോൾ ഇതിലേക്ക് കണ്ടോ ഓരോ ക്ലോസപ്പ് ആയിട്ട് ഷൂട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കുറേ ഷോർട്സ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നൊരു വീഡിയോ അടിപൊളി ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞ് ഫുഡ് കഴിക്കേണ്ട ഒരു രംഗമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയാവും. പിന്നെ ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് നിസ്കരിക്കുന്ന ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ അടുത്തത് നമ്മുടെ നോമ്പ് തുറ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടില്ല, പിന്നെ അടുത്ത ഫുഡ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ആ ഒരു സെക്ഷനാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തത്. അപ്പോൾ ഇതിൽ ക്ലിപ്സുകൾ കാര്യങ്ങളൊക്കെ കമ്മിയാണ്, പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ക്ലിപ്സ് അതിനനുസരിച്ച് കറക്റ്റ് ഓർഡറിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഓർഡർ ഇപ്പോൾ പുതിയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്തിടുക. ശേഷം താഴത്തെ ബോക്സിൽ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് 9:16 റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഈ നമ്മളൊരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യലാണ്. അപ്പോൾ മ്യൂസിക് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലോങ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഫുൾ മ്യൂസിക് കാര്യം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ തന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ഓഡിയോ ഇവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഓഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഡിയോ ഇവിടെ ആഡ് ചെയ്യൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോയിൽ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ്. ആ ഒരു ബിസറാഹ എന്നുള്ള ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ആ ഒരു റീലിന്റെ ആ ഒരു ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് 2 മോഡലിലേക്ക് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, നിങ്ങൾ ആ ഒരു ഫുഡ് കൊണ്ടുവരുന്നതും ഫുഡ് മേടിക്കുന്നതും പിന്നെ ആ ഡെക്കറേഷന്റെ വർക്കുകൾ അങ്ങനത്തെ ഐറ്റംസുകൾ നിങ്ങളിൽ ഒരുപാട് ക്ലിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിസറാഹ എന്നുള്ളതിന്റെ അവിടുന്ന് വീഡിയോ എല്ലാവരും ഓഡിയോന്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ കൊടുക്കാതെ ഇതിന്റെ സ്റ്റാർട്ടിങ് കുറച്ച് ടൂണുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഓഡിയോസിലേക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ക്ലിപ്സ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നൈസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോന്റെ ലെങ്ത്തും കൂടി കിട്ടും.
അവിടെ കുറച്ച് ടൂണുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് അടിപൊളി ഷോർട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ടിങ് ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ നമ്മളൊരു പ്രിവ്യൂലായിട്ട് കാണിച്ചാന്നുള്ള ഒരു മോഡലിലേക്കാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മറ്റേ ഷോർട്സുകൾ കാര്യങ്ങളൊക്കെ കമ്മി വേണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഞാൻ ആ ഒരു ബിസറാഹാന്റെ അവിടെ വെച്ചിട്ട് ഓഡിയോ കട്ട് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നേരെ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളൊരു മ്യൂസിക് കേട്ടിട്ട് കറക്റ്റ് ആയിട്ട് ആ മ്യൂസിക്കിന്റെ ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ ഈ ഒരു വൈറ്റ് ലൈന് കൊണ്ടുപോയിച്ചിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പൊ അത് എങ്ങനെ കാണിച്ചു തരാം. 1 2 3 കണ്ടപ്പോ അങ്ങനെ ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് വരുമ്പോ അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫുൾ ആയിട്ട് ഈ ഒരു ഓഡിയോയിൽ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് കട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആ വൈറ്റ് ലൈന് നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫ്രണ്ടിക്ക് ഇങ്ങനെ ആ ഒരു മ്യൂസിക് കേട്ടിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു മ്യൂസിക്കിന്റെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ബീറ്റിൽ ഈ ഒരു ഓട്ടോ ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ ഓട്ടോ ജനറേറ്റ് കൊടുക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ആ ഒരു ക്യാപ്കട്ട് ബീറ്റ് മാർക്ക് കറക്റ്റ് ആക്കിയിട്ട് ഇട്ട് തരും. എന്നിട്ട് പിന്നെ ആ ഒരു ബീറ്റ് മാർക്കിൽ നിന്ന് പിന്നെ നമ്മൾ നൈസായിട്ട് അതിൽ നിന്ന് കുറച്ച് പോയിന്റ്സുകൾ കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിപ്പോൾ കിടക്കുന്നത് തന്നെ ഇൻഡെൻസ് എന്നുള്ളത് അത് ജസ്റ്റ് നിങ്ങളൊന്ന് നടുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഇതിൽ കണ്ടോ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അത് ഒന്നും ഇങ്ങോട്ട് കുറച്ച് കിട്ടും. പിന്നെ ഇതിൽ ഓരോ പോയിന്റ്സിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരേ ഡ്യൂറേഷനെ കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിക്കും ഏറ്റവും ബെറ്റർ പറയുന്നത് നമ്മളൊരു മ്യൂസിക് കേട്ടിട്ട് കറക്റ്റ് ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ളത് ഇങ്ങനെ കേട്ട് കട്ട് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ട്യൂണ് വരുമ്പോൾ ആ ട്യൂൺ അനുസരിച്ചിട്ട് കട്ട് ചെയ്തിടുക. അതാകുമ്പോൾ ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ ആ മ്യൂസിക് ഓരോ ഇതിനനുസരിച്ചിട്ട് ആ ഒരു വീഡിയോസ് ഇങ്ങനെ ഓരോന്നിങ്ങനെ മാറി വരുമ്പോൾ ഒന്നുകൂടി അതിനൊരു പ്രത്യേക ഫീൽ ആകാൻ ആ വീഡിയോ കാണുമ്പോൾ. അപ്പൊ ഞാൻ ആ മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ ആ ഒരു മ്യൂസിക്കിന്റെ ബീറ്റ് കാര്യങ്ങൾക്കനുസരിച്ച് കറക്റ്റ് ആയിട്ട് ആ ഒരു മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് വീഡിയോസിന്റെ ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ ഇനി ചെയ്യുന്നത് പറയുന്നത് ഈ ഒരു വീഡിയോസിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്ലോമോ ആഡ് ചെയ്യണം. അപ്പൊ സ്ലോമോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് പോയിട്ട് കർവിൽ പോവുക. ഇത് ഞാൻ ഈ ചെയ്യണ ഈ ഒരു സെയിം ഗ്രാഫ് നിങ്ങൾ ആ ക്ലിപ്സുകൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നൈസായിട്ടൊരു 0.23 സെക്കൻഡിൽ നിങ്ങൾ കൊടുത്ത ഡ്യൂറേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരും. അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് സ്മൂത്ത് സ്ലോ മോഷൻ ബെറ്റർ ക്വാളിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ പിന്നെ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗം വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്ത ഗ്രാഫ് കറക്റ്റ് അതിലേക്ക് വരികയും ചെയ്യും. സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോയിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇനി ഈ ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലിപ്പുകൾക്കും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഞാനിവിടെ എല്ലാ ക്ലിപ്സുകൾക്കും ഞാനിവിടെ ആ ഒരു ഡ്യൂറേഷനിലേക്ക് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോ കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടപ്പോൾ ആദ്യം നമുക്ക് കറക്റ്റ് മ്യൂസിക്കിൻ്റെ ഈ കട്ട് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ എല്ലാ ക്ലിപ്സ് ഒതുങ്ങി ഇന്നിപ്പോൾ ഇത്രക്ക് ഭാഗം കയറി കിട്ടിയ എല്ലാ ഡ്യൂറേഷനിലും നമ്മൾ ഈ വീഡിയോസിന് സ്ലോമോ കൊടുത്തപ്പോൾ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്നത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വീഡിയോ പ്ലേ ചെയ്തിട്ട് ഒന്നുകൂടി ലാസ്റ്റ് കറക്ഷൻ ആയിട്ട് ഒന്ന് ക്ലിപ്സുകൾക്ക് ഒന്നുകൂടി ഓരോ വേർഡ് ബൈ വേർഡ് വരുന്ന ഭാഗത്ത് ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് അപ്പോൾ ഫൈനലി ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഒന്നും കൂടി അതിൻ്റെ ഡ്യൂറേഷന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് പറയുന്ന ഒരു 2ാം പണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെയിം ഗ്രാഫ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് സ്ലോമോ ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 വഴിയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് 2ാമത്തെ പ്രാവശ്യം കൂടി അങ്ങനെ നൈസായിട്ട് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ കൊടുത്തതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട്
ഈ ഒരു സ്ലോമോ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ സ്ലോമോ കൊടുക്കുമ്പോൾ പറഞ്ഞാൽ മറ്റേതാകുമ്പോൾ ഒന്നും വീഡിയോസിനൊക്കെ എല്ലാത്തിനും നല്ല ഡ്യൂറേഷൻ ഉണ്ടാവും. അപ്പോൾ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് 2 മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ എല്ലാ മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് കറക്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും സ്മൂത്ത് ആണ്, സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ. ഇനി ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് കൂടെ ഫിനിഷിംഗ് ആണ്. ഇനി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ പറഞ്ഞാൽ ഇതിലൊരു 4K പറഞ്ഞൊരു ഫിൽറ്റർ ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു 60% ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓവറിൽ പോയിട്ട് നിങ്ങളൊരു ബ്ലാക്ക് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ആ ഒരു ബ്ലാക്ക് ഇമേജ് വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ആക്കിയിട്ട് താഴത്തെ ഒരു ബോക്സിലെ മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഒറിസോണ്ടലി ഇൻവേർട്ട് കൊടുത്തിട്ട് ഈ ഏരോ മാർക്ക് ജസ്റ്റ് ഒന്ന് അടിയിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇമേജിന്റെ സൈസ് ഒന്ന് കൂട്ടിയിട്ട് നമ്മുടെ വീഡിയോന്റെ അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിയിലൊരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓരോ വൈറ്റ് ബോക്സിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ട്രാൻസിഷൻ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇടിച്ച് കുത്തി മറിയണ മാതിരിയുള്ള ഷേക്ക് ഒന്നും കൊടുക്കരുത്, നൈസ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ ഈ ഓവർലേയിൽ പോയി കഴിഞ്ഞാൽ അതിൽ കുറച്ച് നൈസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിലിം ബേണ്ട വേണമെന്നില്ല അത് കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരു മിക്സ് ചെയ്തിട്ട് പോകണമെന്നില്ല അതുണ്ട്. പിന്നെ വൈറ്റ് ഫ്ലാഷ്, പിന്നെ ബ്ലാക്ക് ഫെയ്ഡ്, ഇതൊക്കെ ഒരു ഫീൽ ഗുഡ് ടൈപ്പിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലറിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഒരു സാധാ നോർമൽ ബ്ലർ പറഞ്ഞിട്ടുള്ളതുണ്ട്, അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല അത് മേക്ക് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ആ ഒരു വീഡിയോസ് ഒന്ന് കറക്റ്റ് മ്യൂസിക്കിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് സ്ലോമോ കൊടുക്കുക, അത്ര ഉള്ളത് ചെയ്യാൻ. അപ്പോൾ ഇത് മേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ഓക്കെ, ബൈ.